നമസ്കാരം. ദി വൺ ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് പ്രതിസന്ധികൾ നേരിടുമ്പോഴും പുതിയ സാധ്യതകളെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു. ഇപ്പോൾ അനൂസ് ഹെർബ്സ് ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ ഉടമയായി. നമുക്ക് സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി അനു കണ്ണനുണ്ണി. മാം നമസ്കാരം, വെൽക്കം ടു ദ ഷോ. മാം ആകാശവാണിയിലെ അനൗൺസർ ആയിട്ടാണ് മാം തുടക്കം കുറിച്ചത്. അവിടെ നിന്നിട്ട് ഇപ്പോൾ ബിസിനസ് വുമൺ ആയി. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു മാം? ശരിക്കും ആകാശവാണിയിലെ കരിയർ എന്ന് പറയുന്നത് നമ്മൾ എത്തപ്പെട്ട ഒരു കരിയർ ആയിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു പാഷനാണ് ഇന്നിപ്പോൾ ഈ കരിയറിലേക്ക് എത്തിച്ചത്. ഞാൻ 2016 വരെ കൊച്ചി FM-ലെ കാഷ്വൽ അനൗൺസർ ആയിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം നമുക്ക് കരിയറിൽ ശരിക്കും ബ്രേക്ക് വന്നു. ബ്രേക്ക് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആ പ്രൊഫഷൻ വിട്ടു. പക്ഷെ പിന്നെ നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ശരിക്കും ആ ഒരു 2016 വരെ ആകാശവാണിയിൽ പോകുന്നതിനോടൊപ്പം തന്നെ അത് കാഷ്വൽ പൊസിഷനിലുള്ള കാഷ്വൽ അനൗൺസർ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ PSC ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 10-20 വയസ്സ് മുതലേ അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരുപാട് ലിസ്റ്റുകളിൽ ഇന്നാവുകയും അത് കിട്ടാതെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എയറിൽ കൊച്ചി FM-ൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൊച്ചി FM-ൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാഷ്വൽ പൊസിഷനാണ്, നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ജോലിയൊന്നുമല്ല. അപ്പം നമ്മൾ ഈ PSC ജോലിയാണ് നമ്മുടെ ഒരു മലയാളികളെ സംബന്ധിച്ച് നമ്മളൊരു ഡ്രീം എന്ന് പറയുന്നതിനേക്കാളും നമ്മളൊരു സേഫ് സോൺ ഞാൻ കരുതിയിരുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പം അങ്ങനെ കരുതുന്നില്ല, പാസ്റ്റ് ടെൻസിൽ പറയാണ്. കരുതിയിരുന്നത് ഗവൺമെൻറ് ജോലി, സെക്യൂർഡ് ആയിട്ടുള്ള ജോലി, ഗവൺമെൻറ് ജോലി തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2016 പ്രഗ്നൻസിയിൽ ഒരു 5 to 6 മന്ത് ആ സമയത്താണ് ലാസ്റ്റ് എക്സാം എഴുതിയത്. നിലവിലെ ലാസ്റ്റ് എക്സാം അതാണ്. അത് ഞാൻ വളരെ നല്ല രീതിയിൽ എനിക്കതിൻ്റെ റിട്ടേൺ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ബട്ട് അത് അൺഫോർച്ചുനേറ്റ്ലി അതും ലിസ്റ്റിൽ നിന്നും ഔട്ടായിപ്പോയി. അപ്പോൾ അതിനുശേഷം അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അത്രയും വർഷം ഒരു 10-20 വയസ്സ് മുതൽ, അപ്പോൾ എനിക്കൊരു 32 വയസ്സാണ്. അപ്പോൾ ഒരു 12 വർഷക്കാലമാണ് നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. ഇതിനുവേണ്ടി നമ്മുടെ സമയം, എനർജി, നമ്മുടെ ഡ്രീംസ് എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ആകാശവാണിയിൽ വർക്ക് ചെയ്യുമ്പോഴും മാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ട്. നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നല്ല രീതിയിലായിരുന്നിരിക്കില്ല പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉയർന്ന റാങ്കിലൊക്കെ കേരളത്തിൽ നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗം എന്നൊക്കെ പറയുന്നത് ലക്കും, എനിക്ക് തോന്നുന്നു കൂടുതലും ലക്കാണ്. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് ഇതുപോലെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്ന് കരുതി നമ്മൾ ലൈഫ് നമുക്ക് എവിടെ വെച്ചും സ്റ്റക്ക് ആക്കാൻ പറ്റില്ലല്ലോ. ലൈഫ് നമ്മൾ എന്തൊക്കെ എന്താ പറയുക ഹേർഡിൽസ് വന്നാലും എന്തൊക്കെ ട്രബിൾസ് വന്നാലും അത് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ നമ്മളൊരു ടീനേജ്, അതായത് ഒരു 99-2000 ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഷഹനാസ് ഹുസൈൻ്റെ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ മാത്രമേ അന്ന് നമുക്കുള്ളൂ. മാത്രമല്ല നമ്മളൊരു സലൂൺ നോക്കിയാലും സലൂണിൻ്റെ പിന്നെ ടാഗിൽ ഷഹനാസ് എന്നുണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് ഇന്ന് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, ഇന്നത്തെ ജനറേഷനൊക്കെ ചിലപ്പോൾ അറിയാൻ വഴിയുണ്ടോയെന്ന് അറിയില്ല. അന്നത്തെ കാലത്ത് ഷഹനാസ് ഹുസൈൻ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ബ്യൂട്ടി ഓൺടർപ്രനറാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ബ്യൂട്ടി ഓൺടർപ്രനർ തന്നെയാണ്. ഇന്ത്യയിലെന്നല്ല, ഇന്ത്യൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്യൂട്ടി പ്രോഡക്ട്സിനെ ലോക വിപണിയിലേക്ക് എത്തിച്ചത് ഷഹനാസ് ഹുസൈൻ ആയിരുന്നു. അന്ന് പണ്ട് ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു 10th പ്ലസ് പ്രീ ഡിഗ്രി ആ സമയത്തൊക്കെ ഷഹനാസ് ഹുസൈൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ യാദൃശ്യമായിട്ട് എനിക്ക് തോന്നുന്നു വനിതാ മാഗസിനിലായിരിക്കണം, ഏതോ ഒരു മാഗസിനിൽ ഷഹനാസ് ഹുസൈൻ്റെ ഒരു മലയാളത്തിലെ ഇൻ്റർവ്യൂ വായിച്ചിരുന്നു. അപ്പോൾ അന്ന് മനസ്സിൽ കയറിയ ഒരിക്കലും ഷഹനാസ് ഹുസൈൻ ഒരു ബ്യൂട്ടി പാർലർ ഇൻഡസ്ട്രി, അവർക്ക് ബ്യൂട്ടി പാർലേഴ്സ് ഒരുപാട് ഉണ്ടെങ്കിലും ബ്യൂട്ടി പാർലർ ഇൻഡസ്ട്രി അല്ല ഷഹനാസ് ഉള്ളത്, ബ്യൂട്ടി പ്രോഡക്ട്സുകളുടെ ഒരു ഇതാണ്. അപ്പോൾ അന്ന് കയറിയിട്ടുള്ള ഒരു പാഷൻ ഞാൻ വളർന്ന് വലുതായപ്പോൾ മനസ്സിലുണ്ട്. പക്ഷേ നമ്മളുടെ സാഹചര്യങ്ങളൊന്നും ഇന്നൊക്കെ ഒരുപാട് ഇപ്പം ബ്യൂട്ടി പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയിലേക്കൊക്കെ നമുക്ക് വരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഒരു നമുക്ക് അതൊക്കെ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ചിന്തിക്കണം, ഒരു 2000-ന് ഇപ്പം നമ്മൾ 2024 നിൽക്കുന്നത്, 2024 വർഷങ്ങൾക്കൊക്കെ മുൻപാണ്.
പക്ഷേ അതൊക്കെ നമ്മൾ മനസ്സിൽ ഇട്ട് നമ്മൾ കുഴിച്ചു മൂടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് റിയാലിറ്റീസ് നമ്മുടെ ഡ്രീമുമായിട്ട് ഒരുപാട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നുപോയി. പക്ഷെ അത് വീണ്ടും പൊടുതട്ടി എടുത്തത് ഈ 2017 കാലഘട്ടത്തിൽ മനസ്സിലിട്ട് ആ ഒരു നമ്മൾ ഈ ഒരു പാഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിലേക്ക് വന്നൂടാ. അപ്പോൾ ആ ചിന്ത കുറേ പഠനങ്ങളിലാണ് പിന്നെ അവസാനിച്ചു. അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു, ഒരുപാട് കോഴ്സസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ ജേർണൽസ് ഒക്കെ ഉണ്ട്. ഈ മലയാളത്തിലൊന്നും അത്തരം ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഒന്നും ജേർണൽസ് ഒന്നും അന്നത്തെ കാലത്തൊന്നും ഇല്ല. 2018-17 കാലഘട്ടത്തിലാണ്, പ്രളയ സമയം അതിനോടൊക്കെയുള്ള സമയത്തൊക്കെയാണ്. അപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് പഠിച്ചു, ഒരുപാട് കോഴ്സസ് ചെയ്തു. അങ്ങനെയാണ് അനൂസെപ്സിന്റെ ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ തുടക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു മാം? നമുക്കിന്നെ തുടങ്ങുമ്പോൾ ആദ്യം മാം പറഞ്ഞു ഫേസ് പാക്ക് ആണ് തുടങ്ങിയത്. അപ്പം നമ്മൾ ആദ്യം ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സൊക്കെ? അത് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലാതിരുന്നത് കൊണ്ടും അതിനെക്കുറിച്ച് വേറെ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്കിപ്പോൾ ഇന്നാണ് ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ പോകുന്നതിന് മുൻപ് ഒരുപാട് ടെൻഷൻസും, നമ്മൾ ഒരുപാട് ട്രയൽസ്, ഒരുപാട് റിസർച്ച്, ഒരുപാട് കാരണം കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ട്. അന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അന്ന് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ഇറക്കുന്ന ആ പ്രോഡക്ട്സ് ഏതാണോ, ഇറങ്ങുന്ന ആ പ്രോഡക്ട്സ് ഏതാണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓരോ ആളുകളുടെയും, ഓരോ ടൈപ്പ് ആളുകളുടെയും. ഇപ്പം നമുക്കൊരു 1000 പേരെടുത്തു കഴിഞ്ഞാൽ 1000 പേരുടെയും അഭിരുചികൾ വ്യത്യസ്തമായിരിക്കും. ദ സെയിം വേ 1000 പേരുടെയും DNA, അവരുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, അവരുടെ ഹെയറിൻ്റെ ഘടന, ഒരു പ്രോഡക്റ്റ് അവരിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ചേഞ്ചസ്, അവരുടെ സ്കിൻ അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നെല്ലാം എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് റിസർച്ചും സ്റ്റഡീസും അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാർമസിസ്റ്റുകളുണ്ട്, ഒരുപാട് ഈ ഫാർമക്കോളജി, നമ്മളിതുപോലെയുള്ള ബ്യൂട്ടി ഹെർബ്സിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാൻ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഈ അനൂസെപ്സ് എങ്ങനെയാണ് മാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? നമ്മൾ അനൂസെപ്സ് മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. നിറം ഡസൻറ്റ് മാറ്റർ എന്നുള്ളതാണ്. അതായത് കളർ ഡസൻറ്റ് മാറ്റർ. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ മെലാനിൻ ഇൻടെക്സ് ഏത് ലെവലിലും ആയിക്കോട്ടെ, നമുക്കറിയാം ആധുനികമായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും, ഇപ്പം മെലാനിൻ വളരെ ഇൻടെക്സ് കുറയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ്സും ഒരുപാട് മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ റിവേഴ്സിബിൾ ആണ്. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വെളുത്തിരിക്കുക, അയാൾക്ക് കറുത്തിരിക്കുക, അയാൾ ഏത് ടൗണിലിരിക്കുക എന്നുള്ളത് അയാളുടെ മാത്രം ചോയ്സാണ്. അത് നമുക്കൊന്നും പറയാം. നമ്മൾ ഇപ്പോൾ വെളുക്കുന്നത് മോശമാണ് അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന മാതിരി ആയിരിക്കില്ല താങ്കൾ ചിന്തിക്കുക, അതുപോലെയല്ല മറ്റൊരാൾ ചിന്തിക്കുക. എല്ലാവർക്കും അവരവരുടെ ചോയ്സസ് ഉണ്ട്. ഇപ്പം മാം നമുക്കറിയാം സ്ത്രീകളായിരിക്കും കൂടുതൽ വരുന്നത്. ഇപ്പം മാമിൻ്റെ അടുത്ത് എങ്ങനെ സ്ത്രീകളല്ലാതെ പുരുഷന്മാരും ഇതുപോലെ വരാറുണ്ടോ? ശരിക്കും നമ്മളുടെ കസ്റ്റമേഴ്സിൽ ജെൻഡർ സ്പെസിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. സ്ത്രീകളും പുരുഷന്മാരും ഈവൻ ട്രാൻസ് ആയിട്ടുള്ള ആളുകളും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ജെൻഡേഴ്സിനെ സ്പെസിഫൈ ചെയ്യാതെ തന്നെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റിങ്ങിൽ വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് പോലും യൂസ് ചെയ്യാത്ത സ്ത്രീകൾ വളരെ കുറവായിരിക്കും. അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത സംഭവം. അപ്പൊ മാം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യം പുറത്തുനിന്നുള്ള ഒരു ഇതാണെങ്കിലും എങ്ങനെയായിരുന്നു അത് മാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസ് എന്ന് പറയുന്നതിനേക്കാളും ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അതുവരെ പരിചയമില്ലാതിരുന്ന ഒരു, ഇപ്പം ഇന്നൊക്കെ ഒരുപാട് ബ്രാൻഡുകളും അത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ നമ്മളുടെ ഇത്തരം ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടമൊക്കെ ഒരു 2020-21 വരെയൊക്കെ ശരിക്കും ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഓക്കെ നമ്മളിപ്പോൾ ഒരു പർച്ചേസിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു അവാർഡ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുരസ്കാര വേദിയിലായിക്കോട്ടെ, ഓക്കെ അതാണല്ലേ. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഇപ്പം അതെങ്ങനെയാ. അപ്പം അവരെ നമ്മൾ ഭംഗിയായി അവരെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നമുക്ക് ആർക്കും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറേ കൂടെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കും എനിക്ക് തോന്നുന്നു. കാരണം
അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്നിപ്പോൾ പുരുഷന്മാരും ഒരുപാട് സൗന്ദര്യം അല്ലെങ്കിൽ എല്ലാം ഭയങ്കര പ്രാധാന്യം അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ സ്ത്രീകളാണ് ഈ ഒരു വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ കണക്ട് ആയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മേഖലയിലേക്കൊക്കെ നമുക്ക് വരാൻ ആഗ്രഹമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മളുടെ ഒരു മേഖല ഇതായതുകൊണ്ട് നമ്മൾ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഓരോ വർഷവും ഓരോ ഇൻഗ്രീഡിയൻസ് ആയിക്കോട്ടെ, ഓരോ ട്രെൻഡ്സ് ആയിക്കോട്ടെ, ട്രെൻഡ്സ് എന്ന് പറയാൻ പറ്റില്ല, ബ്യൂട്ടി ട്രെൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും ഇൻഗ്രീഡിയൻസ് ആയിക്കോട്ടെ ലോകത്താകമാനം മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പഠനം ഒരിക്കലും നമുക്കിപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും പഠനം നിർത്താൻ പറ്റില്ല. അതിങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. അതാണൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ മാം PSC ഒക്കെ നിർത്തി വെച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു അപ്പൊ നമുക്കറിയാം ആ ഒരു ടൈമിലൊക്കെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി എന്തായാലും ഒരു സപ്പോർട്ട് വേണം. അപ്പൊ എങ്ങനെയായിരുന്നു മാമിന്റെ ഫാമിലി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ജോലി കിട്ടിയിട്ട് മാത്രം കരിയർ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക വിഷൻ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ടാണ് എൻ്റെ 31ാമത്തെ വയസ്സിലാണ് മാരേജ് കഴിഞ്ഞത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അതുവരെ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തമായിട്ട് കറക്റ്റായിട്ട് കരിയർ വേണം. കാരണം നമുക്കറിയാം നമ്മളുടെ ഒന്ന് ലൈഫിൽ നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് ഒരിക്കലും അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. പക്ഷെ പുരുഷന്മാരുടെയൊക്കെ ലൈഫിൽ ട്രാജഡീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യും. സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു ഈശ്വരൻ്റെ സൃഷ്ടിയുടെ ഒരു കുഴപ്പമായിരിക്കും ഇത്. സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിജീവിച്ച് പോവുക എന്നുള്ളത് വളരെ ദുർഘടം പിടിച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കരിയറും കൂടെ ഇല്ലെങ്കിൽ ലൈഫ് തീർന്നു. ഞാൻ വളരെ ചെറുപ്പത്തിലെ അത്തരം വിഷൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് ആശങ്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് വേണ്ടിയാണ് ഞാൻ കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 32 വയസ്സ് ആ സമയത്ത് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ അത്രയും ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഞാൻ ആദ്യമായിട്ട് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന സാധനം തിരിച്ചറിഞ്ഞത് ആ സമയത്തായിരിക്കും ചിലപ്പോൾ. കാരണം നമ്മളുടെ വിചാരം അയ്യോ ഇനി ജോലി കിട്ടിയില്ല, നമ്മളിനി എന്താ പോവുക, എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നൊക്കെയുള്ള ആ ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ജോലി ഇപ്പോൾ 1-2 ടെസ്റ്റ് എഴുതി ജോലി കിട്ടാതെ പോരുന്ന പോലെയല്ല. 12 വർഷക്കാലമാണ് നമ്മൾ അതിന് വേണ്ടി മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിൻ്റെ ആ ഒരു വെർബൽ മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് പോണെങ്കിൽ പോട്ടെ, നമുക്കിപ്പോൾ അതിൽ നിന്ന് വരുത്തി നമുക്കൊരിക്കലും മുന്നോട്ട് പോകാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ശരിക്കും ആ പറഞ്ഞ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സംസാരമാണ് ഇന്ന് ഞാൻ സംരംഭകയിലേക്ക് എത്തി നിൽക്കുന്നത്. നേരെ മറിച്ച് അന്ന് ആ ജോലി കിട്ടിയില്ല, നമുക്ക് പിന്നെ മുന്നോട്ട് ബ്ലാങ്കാണ്. അപ്പോൾ ശരിക്കും ഇപ്പം ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ചിലപ്പോൾ വളരെ നെഗറ്റീവായിട്ട് അപ്പോൾ നമ്മളെ സ്വാധീനിച്ചിരുന്നിരുന്നെങ്കിൽ നമുക്കറിയില്ല എന്തായിരിക്കും അപ്പോൾ സംഭവിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും തുടക്ക സമയത്തും ഇപ്പോഴും നാളെയും അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വളരെ വളരെ എന്താ പറയുക എടുത്തു പറയത്തക്ക ഒരു കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മാം ഈ ഒരു സക്സസ്സിൽ നിൽക്കുമ്പോൾ മാമിന് ഇപ്പോൾ തോന്നുന്നുണ്ടോ PSC കിട്ടാത്തതിൽ ആ ഒരു വിഷമം ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന വേറൊരു ഫാക്റ്റ് ഉണ്ട്. സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഈവൻ നെഗറ്റീവ്സ് ആയിക്കോട്ടെ, നമുക്ക് സങ്കടങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ whatever it is, നമ്മളതെന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ അതിന് ശേഷം വരുന്നൊരു നല്ലതുണ്ടാവും എന്ന് വിശ്വസിക്കുന്നതായ ഒരാളായതുകൊണ്ട് PSC ജോലി കിട്ടാതിരുന്നത് നന്നായിരുന്നോ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കേട്ടോ, കിട്ടാതിരുന്നത് നന്നായിരുന്നു. കാരണം നമ്മൾ ഉള്ളതുപോലെ പറയാമല്ലോ. ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അയ്യോ എന്തെങ്കിലും ഗവൺമെൻറ് ജോലി ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും നമ്മളായിരുന്നു ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിൽ 9 to 4 ജോലി ചെയ്ത് അല്ലെങ്കിൽ 9 to 5 ജോലി ചെയ്ത് ഫയലുകളുടെ കൂടെ ആയിപ്പോയല്ലോ ജീവിതം. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു 10 പേരായിക്കോട്ടെ, നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത് നമുക്കൊരു വലിയ ഒരു നേട്ടം. ഞാനതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ കാണുന്നതാണ്. നമ്മളുടെ ഈ യൂണിവേഴ്സ് നമുക്ക് സംഭവിപ്പിക്കുന്നത്
എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടാണ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാമിൻ്റെ സക്സസിൻ്റെ രഹസ്യം പറയാൻ പറഞ്ഞത് എന്തായിരിക്കും പറയാം? ശരിക്കും ഈ സക്സസ്സിന് രഹസ്യം എന്നുള്ളൊരു കാര്യമില്ല, പരസ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ഏറ്റവും വലിയ രഹസ്യം. അത് രഹസ്യം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ 9 തൊട്ട് 5 വരെ നമ്മുടെ ജോലി, അല്ലെങ്കിൽ 10 തൊട്ട് 5 വരെ നമ്മുടെ ജോലി കഴിഞ്ഞു. പക്ഷേ ഒരു സംരംഭക, അല്ലെങ്കിൽ അത് ചെറിയ ബിസിനസ് ആയിക്കോട്ടെ വലിയ ബിസിനസ് ആയിക്കോട്ടെ, ചെറിയ സംരംഭകരായിക്കോട്ടെ വലിയ സംരംഭകരായിക്കോട്ടെ, നമ്മൾ ഒരിക്കലും ക്ലോക്ക് നോക്കി ജോലി ചെയ്യുന്നവരല്ല, അല്ലെങ്കിൽ വാച്ച് നോക്കി ജോലി ചെയ്യുന്നവരല്ല. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ജോലി 5 മണിക്ക് നമ്മുടെ സ്റ്റാഫും എല്ലാവരും പോയി നമ്മുടെ യൂണിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമ്മളതിൽ ഇൻവോൾവ് ആണ്. 12 മണി വരെയും ഒക്കെ നീണ്ടു പോകുന്ന ജോലിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മളെ തന്നെ മറന്ന് ജോലി ചെയ്യേണ്ടി വരും, റിസർച്ച് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും, മാർക്കറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു സംരംഭക അല്ലെങ്കിൽ സംരംഭകൻ, അവിടെയും ഞാൻ ജെൻഡർ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, സക്സസ്ഫുൾ ആകുന്നത് രഹസ്യങ്ങൾ വെക്കുമ്പോഴല്ല. ഞാൻ പഠിച്ചൊരു വലിയ കാര്യമാണ്. ഹാർഡ് വർക്ക് തന്നെയാണ്. പിന്നെ നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ, ഞാൻ ഇപ്പോഴും ചില കംഫർട്ട് സോണുകളൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതെൻ്റെ ഒരു പോരായ്മയായി കരുതുന്നു. ബ്രേക്ക് ചെയ്യാം എന്നിങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെടും, ഭാവിയിൽ ബ്രേക്ക് ചെയ്യപ്പെടും. നമ്മളൊരു സംരംഭക അല്ലെങ്കിൽ സംരംഭകൻ, പ്രത്യേകിച്ച് സംരംഭക എന്ന് തന്നെ പറയാം, സ്ത്രീകളുടെ കാര്യം തന്നെ പറയാം. നമ്മൾ സ്ത്രീകൾ എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. നമുക്കൊരു കംഫർട്ട് സോണാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, സ്ത്രീ സംരംഭകരിൽ അല്ലെങ്കിൽ സ്ത്രീ വ്യവസായികൾ എടുത്ത് നോക്കിയാൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പം ഞാനും അതേ പാതയിലൂടെ പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളാണ്. ഇപ്പോൾ സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാമിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ സ്വയം തൊഴിൽ കണ്ടെത്തി സ്ത്രീകൾ ജീവിക്കണം. അതാണ് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അത് ആരും ആയിക്കോട്ടെ, സഹോദരനാവാം, പങ്കാളിയാവാം, അച്ഛനാവാം, ആരും ആവാം, നമ്മളുടെ കൂടെയുള്ള, അല്ലെങ്കിൽ ആരും, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ഓട്ടോമാറ്റിക് എന്തെങ്കിലും അവർ ഏൺ ചെയ്യേണ്ടി വരുമല്ലോ. നമ്മൾ വേറൊരു സംരക്ഷണ വലയത്തിലാണ് എങ്കിൽ പോലും നമ്മൾക്ക് സ്വന്തമായിട്ട് വരുമാനം എന്ന് പറയുന്നത് നമ്മൾക്കൊരു വലിയൊരു ആത്മവിശ്വാസവും എന്താ പറയുക, അത് വലിയൊരു ഒരു കാര്യം തന്നെയാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ സ്വയം തൊഴിൽ കണ്ടെത്തി അതിൻ്റെ ഏണിങ്സ് കൊണ്ട് നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ, ഞാൻ ഇപ്പം താങ്കൾ ചോദിച്ചതിനുള്ള മറുപടി എന്ന് പറയുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു പോയിന്റ് നിങ്ങൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിക്കണം, മാമിൻ്റെ കോൺസെപ്റ്റിൽ സൗന്ദര്യം, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എൻ്റെ കോൺസെപ്റ്റിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ഒരു ഡ്രമാറ്റിക്കലി ഉള്ളിലെ നമ്മളുടെ ക്യാരക്ടറാണ് സൗന്ദര്യം. ഓഫ് കോഴ്സ് ക്യാരക്ടറും സൗന്ദര്യം തന്നെയാണ്. എന്നാലും നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ഉള്ള ബാക്കി സൗന്ദര്യത്തിനും പ്രാധാന്യമുണ്ട്. ശരിക്കും ഒരാളുടെ ഇൻറ്റേർണൽ തോട്ടും ചിന്തയും ആറ്റിറ്റ്യൂഡും, ഒപ്പം എക്സ്റ്റേണലി ഉള്ള അവരുടെ സ്കിന്നിൻ്റെ ഭംഗി ആയിക്കോട്ടെ, ഈവൻ അവരുപയോഗിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ രീതി ആയിക്കോട്ടെ, അതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു സൗന്ദര്യ കോൺസെപ്റ്റ് പൂർണ്ണമാകുന്നത്. ഇപ്പം കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവർ വാ തുറന്നു കഴിഞ്ഞാൽ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ അറിയാതെ, അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ആ സ്ത്രീക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ എൻ്റെ മനസ്സിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരിക്കലും അവിടെ ഈ കളർ ഡസൻ മാറ്ററാണ്. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊരാൾ, ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആ ഒരു കാലം കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം റീസെൻ്റ്ലിയൊക്കെ ഒരുപാട് ഇഷ്യൂസ് നമ്മളൊക്കെ കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ എനിക്കൊക്കെ ഇങ്ങനൊരു വേദി കിട്ടിയത് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ നിറത്തിൻ്റെ കാലം കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾ ഭയങ്കര വെളുത്തിരുന്നിട്ട് അവരുടെ സ്കിൻ ഭയങ്കര അൺഹെൽത്തി ആണെങ്കിൽ, കാഴ്ചയിലെ സ്കിൻ ഭയങ്കര അൺഹെൽത്തി ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ഒരു ഭംഗിയുണ്ടെന്ന് പറയില്ല. പക്ഷെ ഒരു ഇരുനിറമോ അല്ലെങ്കിൽ സ്കിൻ ടോൺ എന്തോ ആയിക്കോട്ടെ, ഡാർക്ക് ആവാം, അല്ലെങ്കിൽ വീറ്റിഷ് ആവാം, സ്കിന്നിൻ്റെ ടോൺ, നമ്മൾ സ്കിന്നിൻ്റെ ടെക്സ്ചറിനാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അധികം പേരും ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും
ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ടൊക്കെ ഭയങ്കര വൈറ്റ് സ്കിൻ ടോൺ ഉള്ളവരായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇന്നൊക്കെ അതിൽ ഒരുപാട് മാറ്റം വന്നു. ഇന്നിപ്പോൾ ബ്യൂട്ടി ഇൻഡസ്ട്രി ആണെങ്കിലും മനുഷ്യരാരാണെങ്കിലും ഇപ്പം സിനിമയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതിലും ആയിക്കോട്ടെ, ഇപ്പം സ്കിൻ ടോൺ ഇപ്പോൾ ഒരു മാറ്റർ അല്ല. നിരവധി നമ്മളുടെ ഫിസിക്ക് നന്നായി നമ്മൾ സംരക്ഷിക്കുക, ആരോഗ്യം നന്നായി സംരക്ഷിക്കുക, അത് വളരെ പ്രാധാന്യമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കും, പക്ഷേ നമ്മളൊന്ന് ക്വാളിറ്റി ഫുഡ് കഴിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാലോ ഒന്നും അവർക്ക് സമയമില്ല. അത് പാടുള്ള കാര്യമല്ല. കാരണം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടിയുടെ ആയിക്കോട്ടെ, ഇത് ശരിക്കും ഒരു 80% കോ റിലേറ്റഡ് ടു ഇൻറ്റേർണൽ. നമ്മൾ നന്നായി നല്ല ക്വാളിറ്റി ഫുഡ് കഴിച്ചില്ലെങ്കിൽ, നമ്മൾ ഭയങ്കര ജങ്ക് ഫുഡും ഭയങ്കര ഓയിൽസും ഭയങ്കര എസ്പെഷ്യലി ഭയങ്കര ഷുഗറും ഒക്കെ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്ത് ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചാലും പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പോൾ മാം പറഞ്ഞല്ലോ ഒരുപാട് വർഷം PSCക്ക് വേണ്ടി ചെയ്തു. നമുക്കറിയാം നമ്മൾ എത്ര ട്രൈ ചെയ്തും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡിപ്രഷൻ ആയിട്ട് ആ ഒരു ടൈമിലും മാം എന്താ പറയുക വീണ്ടും നമുക്ക് എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു സക്സസ്സിൽ ഇപ്പം എത്തി. അപ്പോൾ എന്തൊക്കെയാണ് മാം ഒരു സക്സസ് ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും? സക്സസ്സിലേക്ക് എത്തി എന്ന് പറയുന്നതിനേക്കാളും ഇനിയും എത്താൻ ഒരുപാടുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഇപ്പം മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു സാഹചര്യങ്ങളും പെർമനൻ്റ് അല്ല. എന്തും ആർക്കും സംഭവിക്കാം നാളെ. ഇപ്പം ഇന്ന് കാണുന്ന എല്ലാ സിറ്റുവേഷൻസും എല്ലാ അവസ്ഥകളും ഒന്നും ചിലപ്പോൾ നമുക്ക് നാളെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് മാരക രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്ത ആളുകൾ വേർപെട്ട് പോകാൻ പെട്ടെന്ന്. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ, കാരണം ജീവിതം നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ സൈക്കോളജിക്കൽ പരമായിട്ടൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ ഒന്നിലും നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷേ അത് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന പോലെയാണ്. അതൊരു ബിസിനസ്സിലേക്ക് വന്നാലും അത് തന്നെയാണ്. ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാസാമാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന സാലറി പോലെയല്ല നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ബിസിനസ് അക്കൗണ്ടിലേക്ക് പണം വീഴുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്സ് എടുക്കണം. ചിലപ്പോൾ നമുക്ക് ലോസ് വരും. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള തോന്നൽ വന്നേക്കാം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട് കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് സംരംഭകർ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്സിനും നമുക്ക് കിട്ടുന്ന നമ്മുടെ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനം എങ്ങനെ വിനിയോഗിക്കണം, ബിസിനസ്സിലേക്ക് അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമുക്ക് നല്ല രീതിയിൽ, അത് ചെറുതാണെങ്കിൽ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾക്ക് കിട്ടുന്ന 100 രൂപ വരുമാനമുള്ളൊരു ബിസിനസ്സാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. പക്ഷെ അതും വളരെ ആസൂത്രിതമായി ചെയ്താൽ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് വർഷം ഇത്ര കോടി ടേൺ ഓവറുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ, അവിടെ നമ്മുടെ ആസൂത്രണം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പാളിപ്പോകും. അപ്പോൾ അതിന് ഒരുപാട് പഠനങ്ങളും അതിനാണ് നമ്മൾ ശരിക്കും നമ്മുടെ പഠനങ്ങളും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സക്സസ് ഫാക്ടർ എന്ന് പറഞ്ഞാലേ ഇത്തരം ഒരുപാട് ബിസിനസ്സിൽ സക്സസ് ഫാക്ടർ എന്ന് പറയുന്ന ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ്. ഇപ്പോൾ മാമിന് ഒരുപാട് ക്ലയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഫീഡ്ബാക്സ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും? നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 5 വർഷമായി നമ്മൾ ഒരുപാട് അങ്ങനെ ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷനായി പോകും. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. നമ്മുടെ 5 വർഷമായിട്ടുള്ള കസ്റ്റമർ കൂടിയാണ്. കുറച്ച് നാൾ മുൻപ് നമ്മളെ വിളിച്ചിട്ട്, 4 വർഷമായിട്ടുണ്ടാവും, കുറച്ച് നാൾ മുൻപ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഞാനൊരു യൂട്യൂബിൽ നമ്മളുടെ പ്രോഡക്റ്റ് റിവ്യൂസ് ഇങ്ങനെ യൂട്യൂബിൽ വരാറുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം അതൊന്നും അറിയില്ല, യൂട്യൂബ് നോക്കാൻ അറിയാം, പ്രായമുള്ളവർക്ക് അതറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്പർ ഇട്ടിട്ട് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ സ്കിന്നിന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അവർക്ക് ചേർന്ന പ്രോഡക്ട്സുകൾ, പിന്നെ അവർക്ക് യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻസ് ഒക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യേണ്ട രീതികൾ, അവർക്ക് ഒന്നും പുറത്തുപോയി വാങ്ങിക്കാൻ അറിയില്ല. അപ്പോൾ ആ ആൻറ്റിയൊക്കെ ഇപ്പോൾ സ്കിന്നൊക്കെ അവർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 68 ആയിരിക്കും, ചിലപ്പോൾ ഏജ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, എന്തായാലും 65+ ആണ്. അപ്പോൾ ആ ആൻറ്റിക്ക് സ്കിന്നൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട മോളെ, കാരണം അവരുടെ ഒരു പുറത്ത് പോയി ആക്റ്റീവ് ആയിരുന്ന സമയത്ത് അവർ സലൂണിൽ പോകുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട മോളെ, ഇപ്പോൾ വളരെ നല്ല രീതിയിൽ സ്കിന്ന് ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും, ഫോണിൽ വിളിക്കാനേ അറിയുള്ളൂ, മെസ്സേജ് ഇടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ കാണാത്ത നിരവധി ആളുകളുടെ സ്നേഹം കിട്ടുന്നുണ്ട്. ഈ സീനിയർ സിറ്റിസൺ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് നമുക്ക്. അപ്പോൾ ചെന്നൈയിലുള്ള ഒരു ആൻറ്റി, നമ്മുടെ 60+ ഏജുള്ള ഒരു ആൻറ്റി, അവരുടെ സ്കിന്നൊക്കെ അവർക്ക് പുറം ലോകമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല.
അവരൊരു ഫ്ലാറ്റിൽ ചെന്നൈയിൽ ഹസ്ബൻഡുമായിട്ട് താമസിക്കുന്നു. പോസ്റ്റ്മാൻ മാത്രമാണ് അവിടെ, പോസ്റ്റ്മാനും അവരുടെ സെർവൻസ് മാത്രമാണ് അവർക്ക് ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആൻറ്റി അവർ വളരെ ചെറുപ്പകാലത്ത് ഭയങ്കര ഭംഗിയുള്ള സ്കിന്നും, കേരളത്തിൽ നിന്നൊക്കെ പോകുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയുള്ള സ്കിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഏജ് ആയപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല സ്കിന്ന് മോശമായി പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അവർക്ക് ഒന്ന് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ യാദൃശ്യമായിട്ട് നമ്മുടെ യൂട്യൂബിൽ നമ്മളുടെ ഇൻഫ്ലുവൻസേഴ്സ് ആരോ ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് എനിക്കൊരു 3-4 വർഷത്തിന് അപ്പുറമാണ്. അപ്പോൾ അന്ന് മുതൽ അവർ സ്കിന്ന് നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ആൻറ്റിയുടെ സ്കിന്നിന് യോജ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് ഫോട്ടോസ് അയച്ചു തരും. അപ്പോൾ മോള് സ്കിന്നിരിക്കുന്നത് നോക്കിയാൽ മോളെ, അല്ലെങ്കിൽ ഇതാ മോളെ ഇത് കണ്ടോ, അനുമോളെ, എന്നെ അനുമോളെന്നേ അവർ വിളിക്കുള്ളൂ. സ്കിന്നിരിക്കുന്നത് കണ്ടോ മോളെ, നോക്കൂ ഇതാ ഇത് എന്ത്ര ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലൈമറ്റിന് ഭയങ്കര തണുപ്പ് ക്ലൈമറ്റ് വരുമ്പോൾ ലിബാം തീർന്നു പോകുമ്പോൾ 4, 5, 6 ലിബാമൊക്കെ ഒരുമിച്ച് വാങ്ങി വയ്ക്കും. അപ്പോൾ ഇതാ ആൻറ്റിയുടെ ചുണ്ടിപ്പോൾ ഓക്കെ ആയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടാണ് നമ്മൾ വിളിച്ച് പറയുന്നത്. പിന്നെ മാം അനുക എന്ന് പറഞ്ഞ സംരംഭത്തിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് മാം? നമ്മൾ ആഹാരത്തിലൂടെ ആരോഗ്യം, അനൂക മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ അങ്ങനെയാണ്. നമുക്ക് അനൂകയിൽ ഒരു ടീ ഉണ്ട്, ടീ പൗഡർ ഉണ്ട്, പിന്നെ നമുക്കൊരു ഗ്രീൻ ടീ ഉണ്ട്. ഗ്രീൻ ഡീടോക്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഗ്രീൻ ടീയും ഒപ്പം അതിലൊരുപാട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ചേരുവകൾ ചേർത്തിട്ടുള്ളത്. പിന്നെ ഹണിയുണ്ട്, സാധാരണ ഹണിയല്ല, ഹെർബ്സ് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഹണിയാണ്. പിന്നെ മില്ലറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും മില്ലറ്റ് ആണ് അല്ലേ. അപ്പോൾ മില്ലറ്റുകൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കുക, നമ്മളത് ഓർഗാനിക് ഫാമിംഗ് വഴി നമ്മൾ കർണാടകത്തിലെ സപ്ലയേഴ്സിൽ നിന്നും എടുക്കുന്ന മില്ലറ്റാണ്, അങ്ങനെ സോഴ്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മാമിൻ്റെ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരിൽ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനെ പറ്റി ഒന്ന് പറയാം. ഈ മാർക്കറ്റിംഗ് 2 രീതിയിലുണ്ട്. നമുക്ക് വ്യാജ വാഗ്ദാനങ്ങൾ, വ്യാജ പരസ്യങ്ങൾ, കാര്യം മനസ്സിലാക്കാതെ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് എല്ലാം ഓക്കെ ആവും എന്നിങ്ങനെയുള്ള രീതികളൊന്നും അല്ലാതെ ജെനുവനായിട്ട് നിങ്ങൾക്കുള്ള ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ യൂസ്ഫുൾ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ മാം, അപ്പോൾ എന്തായാലും ഇത്രയും നേരം മാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? ഇത് കാണുന്ന സ്ത്രീ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചെറിയൊരു പോയിന്റ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. പക്ഷെ അതിന് നിങ്ങളുടെ മനസ്സ് വെക്കണം. മനസ്സ് വെക്കുന്നത് മാത്രമല്ല, നമ്മളുടെ മനസ്സിൽ എല്ലാ സ്ത്രീകളുടെയും, അത് പ്രായഭേദമൊന്നും ഇല്ലാതെ തന്നെ എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും തിരിച്ചറിയാതെ കിടക്കുന്ന ഒരു പവറുണ്ട്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ്. ആ പവർ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഒരു സാഹചര്യങ്ങളെയും അല്ലെങ്കിൽ ഒന്നും നിങ്ങളെ ഇല്ലാതെയാക്കി തീർക്കാനോ നിങ്ങൾ നശിച്ചു പോകാനോ ഒന്നിനും അനുവദിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ആ പവർ നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.